വിശ്വസിച്ച് മുന്നോട്ടിറങ്ങാത്തത്? അവിശ്വാസം വെച്ചു പുലർത്തുന്നത് അതുകൊണ്ടാണ്. വിശ്വസിച്ചാൽ ചില പാപ വഴികൾ വിട്ടുമാറേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് വ്യതിയാനം വരേണ്ടി വരും, ചില സംസാരങ്ങൾ നിർത്തേണ്ടി വരും, ചില ജീവിത വഴികൾ തിരുത്തേണ്ടി വരും. അതുകൊണ്ടാണ് പലരും ഈ പാപ വഴികൾ വിട്ടുമാറാതെ ഇരിക്കുന്നത്. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് പാപത്തിന്റെ പച്ച കുന്നുകളിൽ സ്വച്ഛന്ദ വികാരം നടത്തുന്നതിന് കാരണം അതാണ്. മനസ്സ് ഇങ്ങനെ തുടരുമ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി, ദൈവം അവനോട് ഇടപെടാൻ തുടങ്ങി. എങ്കിലും അവൻ ശ്രദ്ധിച്ചില്ല. എന്നെ കേൾക്കുന്ന യുവാവേ, young one, the Lord is speaking to you. You are in the eye of the Lord. He sees what you are doing, where you are going, how you are conducting yourself in your house, how you are secretly doing the sins that you are doing. He knows you are down sitting and you are uprising, you are laying down, and your walks, your turns, he knows. അവൻ നിന്നെ അറിയുകയാണ്. നിന്നെ നയിക്കുന്ന പാപത്തിന്റെ ആവേശം നിന്നെ വിട്ടുമാറുമാ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ടും ദൈവത്തെ ശ്രദ്ധിക്കാതെ, ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കാതെ അവൻ മുൻപോട്ട് പോകുകയാണ്. അങ്ങനെ പോകുന്ന ജീവിതമേ, ദൈവത്തിൽ നിന്ന് അയക്കപ്പെടുന്ന സൈന്യാധിപന്മാർ നിന്റെ നേരെ വരുമെന്നറിയുക. അവരുടെ കൊളുത്തുകൾ നിന്റെ മേൽ വീഴും, നീ ചങ്ങലയിലാകും എന്നറിഞ്ഞുകൊള്ളുക. വിഷമസന്ധിയിലെത്തുന്നതിന് മുമ്പ് യുവാവേ, നീ ദൈവത്തിങ്കിലേക്ക് തിരിയൂ. ദൈവം നിന്നെ പിടിക്കുന്ന ദിവസം വരുന്നു. ദൈവത്തിന്റെ കൊളുത്തുകൾ നിന്റെ മേൽ വരുന്ന നാളുകൾ ഉണ്ടാകുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ എളിമപ്പെട്ട് അനുതപിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ആലോചന പറയുന്നു. എന്നെ കേൾക്കുന്ന യുവജീവിതമേ, നിന്റെ മാനസാന്തരത്തിന്റെ രാത്രിയാകട്ടെ ഇത്. മനസ്സെ പോലെ മനം തിരിയുവാൻ നിനക്കൊരു അവസരം ദൈവം വെച്ചു നീട്ടുകയാണ്. നിന്നെ ചങ്ങലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ മേൽ കൊളുത്തു വീഴുമ്പോൾ മാത്രമല്ല നീ കാര്യം മനസ്സിലാക്കേണ്ടത്. മനസ്സ് ബാബേലിലേക്ക് കൊളുത്തിനാൽ പിടിക്കപ്പെട്ട് ചങ്ങലയിടപ്പെട്ട് അവനെ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവൻ കഷ്ടത്തിലായപ്പോൾ തന്നെത്താൻ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. He became repentant of his sins. അങ്ങനെ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്നു. ദൈവം അവനെ അനുതാപത്തിന് ശേഷം, മാനസാന്തരത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നു. ഇന്ന് രാത്രി യുവാവെ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വേണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയണം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. നിന്റെ അപ്പനെയും അമ്മയെയും വിഷമിപ്പിച്ചതിന് ഉത്തരവാദി നീയാണ്. അവരുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തിന്റെ വഴികേടുകൾ നിമിത്തം, നീ ഒരുക്കിയ കെണികൾ നിമിത്തം അവർ തകർന്നു പോയത് നീ നിമിത്തമാണ് എങ്കിൽ ആ നഷ്ടപ്രായമായ ദിനങ്ങൾ ജീവിതത്തിൽ മടക്കിയെടുക്കുവാൻ ഒരവസരം പരിശുദ്ധാത്മാവ് വെച്ച് നീട്ടുകയാ. വരൂ, ദൈവത്തിന്റെ ആത്മാവ് ക്ഷണിക്കുന്നു. Come, the Lord is calling you. Come, he is watching you. Come, he is having a relationship with you. He is very clearly speaking to you and your life. ദൈവം മനസ്സെ രാജത്വത്തിലേക്ക് തിരിച്ചു വരുത്തി. നിനക്ക് വാഴ്ച വേണമെങ്കിൽ, രാജത്വം വേണമെങ്കിൽ, അധികാരം വേണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ദൈവത്തിലല്ലാതെ ഒരു അധികാരവുമില്ല, ദൈവത്തിലല്ലാതെ ഒരു വാഴ്ചയുമില്ല. നീ ഭരിക്കുന്നവനാകാതെ നീ കീഴ്പ്പെടുന്നവനായി, ബന്ധിക്കപ്പെട്ടവനായി, ചങ്ങലയിലായി, പിശാചിന്റെ സേവകനായി, പാപത്തിന്റെ സേവകനായി, പാപത്തിന്റെ വഴികളിൽ പോകുന്നതിന് പകരം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നിനക്കൊരു വാഴ്ച ലഭിക്കും, നിനക്കൊരു അധികാരം ലഭിക്കും,
നിനക്കൊരു വിടുതൽ സംഭവിക്കും, നിനക്കൊരു നന്മ ഉണ്ടാകും. അതിനുവേണ്ടി അത്രേ ഇന്ന് രാത്രി ദൈവം നിന്നോട് ഇടപെടുന്നത്. ജീവിതത്തിന്റെ കാലങ്ങൾ മുഴുവൻ യേശുവിനെ സ്വീകരിപ്പാൻ നിനക്ക് വേണമോ? എത്ര വയസ്സായി നിനക്ക്? നീ ഒരു ചെറുപ്പക്കാരനായി വളർന്ന കാലങ്ങളിൽ, നിന്റെ 20-ാമത്തെ വയസ്സിൽ, നിന്റെ വഴിപിഴച്ച കാലങ്ങളിൽ, ദൈവം നിന്നോട് ഇടപെട്ട നാളുകളിൽ നീ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് വീണ്ടും അവൻ നിന്നോട് സംസാരിക്കുകയാണ്. ഇന്ന് അവൻ നിന്നോട് വീണ്ടും ഇടപെടുകയാണ്. മനസ്സ് ചങ്ങലയിലായപ്പോൾ, കഷ്ടത്തിലായപ്പോൾ അവൻ ദൈവത്തിങ്കലേക്ക് തിരിയാൻ തുടങ്ങി. ദൈവത്തിങ്കലേക്ക് തിരിയാനുള്ള അവസരം ഇതാണ്. പ്രിയ ജീവിതമേ, ഇന്ന് രാത്രി നീ ദൈവത്തിങ്കലേക്ക് തിരിയണം. മനസ്സെ പോലെ കഷ്ടത്തിലാകുന്നതിന് മുമ്പ് തിരിഞ്ഞാൽ നല്ലത്. എന്നാൽ അതേ സകല സമ്പത്ത് നഷ്ടമായപ്പോൾ, മുടിയനായ പുത്രൻ സകലതും നഷ്ടമായപ്പോൾ അവൻ അപ്പന്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മ വരാൻ തുടങ്ങി. തന്റെ അപ്പന്റെ ഭവനത്തിലുള്ള സുഭിക്ഷതയെ അവൻ മനസ്സിലാക്കി. തന്റെ അപ്പന്റെ ഭവനത്തിലുള്ളതായ നന്മകളെ അവൻ ഓർത്തു തുടങ്ങി. അവിടെയുള്ള ഭക്ഷണശാല, അവിടെയുള്ളതായ മേശകൾ, അവിടെയുള്ളതായ സന്തോഷങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മ വന്നു. ഇന്ന് രാത്രി നിനക്കെല്ലാം നഷ്ടമായില്ലേ? സകലതും നിന്നെ വിട്ടുപോയില്ലേ? സകലതും നിന്റെ കയ്യിലുള്ളതെല്ലാം ഇഷ്ടമില്ലാതെ നഷ്ടമായി പോയ ജീവിതമേ, ഇന്ന് രാത്രി ദൈവത്തിങ്കലേക്ക് തിരിയാനുള്ള ദിവസമാണ്. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരാനുള്ള ദിവസമാണ്. മുടിയനായ പുത്രനെ പോലെ എല്ലാം നഷ്ടമായി എങ്കിൽ പന്നിക്ക് കൊടുക്കുന്ന ആഹാരം തിന്നു, പന്നിക്ക് കൊടുക്കുന്നതായ അതേ ആഹാരം ഭക്ഷിച്ച് നീ നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തുകയാണ്, നശിപ്പിക്കുകയാണ്. അപ്പന്റെ ഭവനത്തിലോ അവന്റെ വേലക്കാർ സുഭിക്ഷിതരാണ്. ഭക്ഷിച്ച തിന്ന തൃപ്തിയായി അവർ ബാക്കി അവശേഷിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി അതോർത്തെങ്കിലും ദൈവത്തിലേക്ക് വരൂ, അവന്റെ ഭവനത്തിലേക്ക് വരൂ. സ്വർഗസ്ഥനായ പിതാവ് ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ്. നിനക്ക് സുബോധമുണ്ടാകട്ടെ, നിന്റെ മേൽ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ, നിന്റെ ചങ്ങലകളെ അവൻ അഴിക്കട്ടെ, നിന്റെ വഴികളുടെ വീഴ്ചകൾ അവൻ ക്രമീകരിക്കട്ടെ. ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പന്റെ അടുക്കലേക്ക് പോകുമെന്ന് അവൻ തീരുമാനമെടുത്തു. സുബോധം വന്നപ്പോൾ അവൻ തീരുമാനമെടുത്തു. ഇന്ന് രാത്രി നിനക്ക് സുബോധം വന്നില്ലേ? ഒരു തീരുമാനമെടുക്ക്. കർത്താവിലേക്ക് വരാൻ, ദൈവത്തിങ്കലേക്ക് മടങ്ങാൻ, ദൈവത്തിങ്കലേക്ക് തിരിയാൻ നീ ഒരു തീരുമാനമെടുക്ക്. ആ തീരുമാനമെടുത്താൽ ദൈവം നിന്നെ നിശ്ചയമായും അതെ അനുഗ്രഹിക്കും. ആ തീരുമാനത്തിൽ സകലതുമുണ്ട്, സകലതും അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. നിന്റെ കാൽച്ചുവടുകളെ തീരുമാനത്താൽ മുൻപോട്ട് കുതിക്കാൻ തുടങ്ങും. അപ്പന്റെ ഭവനത്തിലേക്കുള്ള യാത്ര ഇന്ന് രാത്രി ആരംഭിക്കട്ടെ. ദൈവത്തിങ്കലേക്കുള്ള യാത്ര ഇന്ന് രാത്രി ആരംഭിക്കട്ടെ. നിന്റെ പിതാവുമായിട്ടുള്ള, നിന്റെ ഭൗതികമായ പിതാവുമായിട്ടുള്ളതായ ഭാരങ്ങൾ ഇറക്കി വെച്ച്, മാറ്റിവെച്ച്, അതിന് പരിഹാരം വരുത്തി, കുറ്റം ഏറ്റു പറഞ്ഞ അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ചെറുപ്പക്കാരാ നീ മടങ്ങി വരൂ. നിനക്ക് നഷ്ടമായ ദൈവം മടക്കി തരും. നിന്റെ ഉടഞ്ഞ കഷ്ണങ്ങൾ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പോലെ, നിലത്ത് വീണുടഞ്ഞ കഷ്ണങ്ങൾ പോലെ ആയിരിക്കുന്ന നിന്റെ ജീവിതം, മുറിഞ്ഞു കിടക്കുന്ന നിന്റെ ജീവിതത്തെ ഒന്നിച്ചു ചേർത്ത് മടക്കി തരുവാൻ, അതിനെ ഒന്നാക്കുവാൻ, അതിനെ പുതുക്കിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. നിന്റെ പ്രാർത്ഥനയും ദൈവം ഇന്ന് രാത്രി കേൾക്കുകയാണ്. കർത്താവേ, ഇതാ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നു, നിന്നിലേക്ക് ഞാൻ മടങ്ങി വരുന്നു എന്ന് രാത്രി നീ പറഞ്ഞുവെങ്കിൽ, നീ ആ സ്റ്റെപ്പുകൾ വെച്ചുവെങ്കിൽ, അപ്പൻ നീട്ടിയ കരങ്ങളുമായി നിന്നെ നോക്കി നിൽക്കുകയാണ്. ഇന്ന് രാത്രി നീ ഒരു റീകൺസിലിയേഷന് വേണ്ടി നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കാൻ കർത്താവ് നിന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. പിതാവിന്റെ സ്നേഹം നിന്റെ ജീവിതത്തെ ചുറ്റി മിന്നുന്നു. ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ അനുഗ്രഹങ്ങളാൽ ദൈവം നിന്നെ നിറക്കാൻ പോകുകയാണ്. സകലതും ചെലവിട്ടെന്നും സകലതും നഷ്ടമായെന്നും ഭാവിയില്ലെന്നും ഒക്കെ നിന്നെക്കുറിച്ച് പലരും പറഞ്ഞിരിക്കെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്ലാൻ ഇത് അനാവരണം ചെയ്യപ്പെടുന്നു. അനുസരിച്ച് സത്യദൈവത്തെ സേവിപ്പാൻ നീ മടങ്ങി വരൂ. കർത്താവ് ഈ വചനങ്ങളാൽ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ദൈവം നൽകിയ സന്ദേശം ഓർത്ത്
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാപത്തിന്റെ പച്ചക്കുന്നുകളിൽ ജീവിതം പാഴാക്കുന്നത് യവനക്കാര നീ നിർത്തൂ. ഈ ദൂതനാൽ ദൈവം നിന്നെ സന്ദർശിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മത്സരികളായ ചില യുവാക്കളെ ഈ വചനം സ്പർശിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ നിങ്ങളിലേക്ക് തിരിച്ചു. കർത്താവേ, നിനക്ക് ഉപയോഗമുള്ള ജീവിതങ്ങളാക്കിയവരെ തീർത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സിംഹാസനം കർത്താവിന് നീ നൽകി. അവങ്കിലേക്ക് മനം തിരിയുവാൻ കർത്താവേ, നീ ജീവിതങ്ങളെ ഒരുക്കുമാറാകണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഈ സന്ദേശം കേട്ട ഏവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾക്കത് സന്തോഷമായി തീരും. ടെലഫോണിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. 972-263-7777 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും. ടെലഫോൺ നമ്പർ അഗെയിൻ 972-263-7777. ഞങ്ങളുടെ വിലാസം ലോഗോസ് ചർച്ച് ഓഫ് ഗോഡ്, 346 Ox Trail, suite number 209, Garland, Texas 75043. Our house on the web is www.logoschurchofgod.org. Our email address logosworldwide@gmail.com. May God richly bless you. Praise God.